ഇന്ന് ഭർത്താവിന്റെ പാദപൂജ ചെയ്താല് നിങ്ങൾക്ക് ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാവും. നിങ്ങളുടെ കാലിൽ ഒരു മുള്ളു പോലും കൊള്ളത്തില്ല. കാലയിലൊരു മുള്ളു പോലും കൊള്ളത്തില്ലെന്നും പറഞ്ഞ് കാല് പൊള്ളിച്ചു വെച്ചേക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഇന്നലെ ഇത്തിരി ചാപ്പാട് കഴിച്ചിട്ട് ഞാൻ ഉച്ചയ്ക്ക് കിടന്ന് ഇവിടെ ഉറങ്ങിയപ്പോ വിളിച്ചിട്ട് ഞാൻ എണ്ണീറ്റില്ലെന്നും പറഞ്ഞ് ഇവിടെ എന്തുവാ ചെയ്തു വെച്ചാന്നറിയാമോ? ഒരു കൂട് കർപ്പൂരം കൊണ്ടുവച്ചാൽ നെഞ്ചത്ത് വെച്ച് കത്തിച്ചു. എന്തൊക്കെ ഈ പറയുന്നത് മനുഷ്യരെ? അത് ഞാൻ കത്തിച്ചു വെച്ച എന്താണെന്നറിയോ? എന്റെ ഹൃദയത്തിന് ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടി, നിങ്ങൾ ഹൃദയാരോഗ്യം ഉണ്ടാകാൻ വേണ്ടി. ഇപ്പൊ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കണ്ണിന് കാഴ്ചയില്ലെന്നും പറഞ്ഞ് വിളക്കത്തിരിയിട്ട് കണ്ണിനകത്ത് എണ്ണ ഒഴിച്ച് കത്തിച്ചേക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. അയ്യോ, ഞാനത് മറന്നിരിക്കുവായിരുന്നു. ഇനി അതുകൂടെ ചെയ്യണം. നിന്റെ പൂജാ പരിപാടി നിർത്തിവെക്കാമോ? അതല്ലേ ഇവിടുത്തെ പ്രശ്നം. നിനക്കറിയാമോ, ഇനി പണി കഴിഞ്ഞ് ചെറുക്കൻ വരാറായി. അവനോട് ഞാൻ എന്തോ സമാധാനം പറയുമെന്നും പറഞ്ഞ് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുവാ. ഓരോന്ന് ചെയ്ത് വെച്ചു കൂട്ടുമ്പോ ആലോചിക്കണമായിരുന്നു. ഓരോന്ന് ചെയ്ത് വെച്ച് കൂട്ടുമ്പോ ഞാനാണോ ഇതൊക്കെ ചെയ്തു വെച്ചേ? നിങ്ങളല്ലയോ അപ്പൊ ഇതിന് ഉത്തരവാദി? ഞാൻ പിന്നെ പറയുന്നില്ല, ഞാൻ പറഞ്ഞേക്കാം. ചെറുക്കൻ ദൈവം തമ്മിലാണ്. ചെറുക്കന്റെ മുഖത്ത് കരിവാരി തേക്കുന്ന പരിപാടിയാണല്ലോ. ചെറുക്കന്റെ മുഖത്ത് കരിവാരി തേച്ചെങ്കിൽ അവനൊരു തുണി ഇട്ട് തുടച്ചാൽ അത് അങ്ങ് പൊക്കോളും. അതാണോ ഞാൻ ഈ പറഞ്ഞേ?